ഈ മഹനീയ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന, എങ്ങനെയൊരു നല്ല മതവിശ്വാസിക്ക് നല്ല മതേതരവാദിയാവുമെന്ന് ഭാരതീയരെ പഠിപ്പിച്ച ഒരു ആത്മീയ നേതാവിന് താൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾക്കപ്പുറത്തും ഒരുപാട് കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്ന് തൻ്റെ കർമ്മത്തിലൂടെ വർത്തമാന കേരളത്തിന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്ദ്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത, രാഷ്ട്രീയപരമായി എനിക്ക് ഏറെ എതിർപ്പുണ്ടെങ്കിലും വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ കഴിവിനെയും പ്രാഗൽഭ്യത്തെയും ഏറെ ഇഷ്ടപ്പെടുന്ന ബഹുമാന്യനായ ഡോക്ടർ തോമസ് ഐസക്, പല പ്രഭാതങ്ങളിലും നമ്മുടെയൊക്കെ ചിന്തകളിലും വിചാരങ്ങളിലും കണ്ണുകളിലേക്കും കടന്നു വരുന്ന മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് പനച്ചിപ്പുറം, എൻ്റെ ബഹുമാന്യനായ സഹോദരൻ മികച്ച മാധ്യമപ്രവർത്തകൻ MB പ്രശാന്ത്, അഭിവന്ദ്യനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അഭിവന്ദ്യനായ മുസ്തഫ എറക്കൽ, വണ്ടൂർ അബ്ദുറഹ്മാൻ സഖാഫി, സ്വാഗതം ആശംസിച്ച അലി അബ്ദുള്ള, പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ രാവിലെ ഒരു ചെറിയ വീഴ്ച പറ്റി. അതിൻ്റെ ഒരു ചെറിയ ചികിത്സയുള്ളത് കൊണ്ടാണ് ഞാൻ എത്താൻ അല്പം വൈകിയത്. ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാൻ വളരെ കൃത്യമായി അറിയിക്കുകയാണ്. കേരളത്തിൻ്റെ വികസന സാധ്യതകൾ എന്ന സെമിനാറിൽ ബഹുമാനപ്പെട്ട തോമസ് ഐസക് സാറും ജോസ് സാറൊക്കെ സംസാരിക്കുമ്പോൾ തുടങ്ങി വെച്ചത് ഇന്ത്യയുടെ കാര്യത്തിലാണ്. ഇന്ത്യയിലെ ഇൻടെക്സ് ലോകരാജ്യങ്ങൾ മുതൽ കുറയുന്നതിനെക്കുറിച്ചാണ്. ഇന്ത്യയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. ഇന്ത്യക്കാരുടെ സന്തോഷത്തിനും ഇന്ത്യക്കാരുടെ താല്പര്യത്തിനും ഇന്ന് ഭീഷണി നേരിടുന്നത് ഏറ്റവും കൂടുതൽ രാജ്യത്തിലെ ഭരണകൂടം തന്നെയാണ്. അതുമാറാതെ ഭാരതീയർ സന്തോഷകരാകുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ ഏതായാലും അഭിവന്ദ്യനായ ഉസ്താദ് നടത്തിയ ശ്രമത്തെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു വികസന യാത്ര നടത്തി വികസന സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം ഒരു രേഖ തയ്യാറാക്കി അത് കേരളത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഞാനിപ്പം ഒരു മിനിറ്റ് മുമ്പ് തോമസ് ഐസക്കോട് സ്വകാര്യത്തിൽ കാര്യം ചോദിച്ചു. കേരളം എല്ലാ കാര്യത്തിലും മുമ്പിലാണ്. സാക്ഷരതയുടെ മുമ്പിലാണ്, മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ മുൻപിലാണ്, സംസ്കാരത്തിന് മുമ്പിലാണ്, ഹോസ്പിറ്റാലിറ്റി മുമ്പിലാണ്. പക്ഷെ എന്തുകൊണ്ടാണ് വികസന കാര്യങ്ങളിൽ കേരളം പുറകോട്ട് പോകുന്നത്? ഇതൊരു സജീവമായി ചർച്ചയ്ക്കെടുക്കേണ്ട വിഷയം തന്നെയല്ലേ? എനിക്ക് തോന്നുന്നു കേരളം ഒരു ഹൈലി പൊളിറ്റിക്കൽ സെൻസിറ്റീവായ സംസ്ഥാനമാണ്. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ട് ഗുണവും ദോഷവുമുണ്ട്. പക്ഷേ രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് വികസന കാര്യത്തിലുണ്ടായത് ഗുണമല്ല, ദോഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തോമസ് ഐസക് സാറിൻ്റെ പാർട്ടിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല. ഈ നാട്ടിൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ സമരം നടന്നു, ട്രാക്ടർ വന്നപ്പോൾ സമരം നടന്നു, വിമാനത്താവളം വന്നപ്പോൾ സമരം നടന്നു. അപ്പോൾ നമ്മുടെ ഒരു ധാരണ ഭരണപക്ഷം കൊണ്ടുവരുന്ന എന്ത് നല്ല കാര്യമായാലും അതിന് സമരം ചെയ്യുക. തോമസ് ഐസക് സാറിൻ്റെ ഗവൺമെൻറ് കൊണ്ടുവന്ന പല കാര്യങ്ങൾക്കും ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ഗുണപരമായ എന്ത് കാര്യങ്ങൾ ഭരണപക്ഷം കൊണ്ടുവന്നാലും അതിനെയൊക്കെ എതിർക്കുകയാണ് പ്രതിപക്ഷ ധർമ്മം എന്നൊരു തെറ്റിദ്ധാരണ അറിഞ്ഞോ അറിയാതെയോ പരമ്പരാഗതമായി കേരളീയ മനസ്സുകളിൽ കുടിയേറിയിട്ടുണ്ട്. അതിനൊരു പരിഹാരം കൃത്യമായി പറഞ്ഞാൽ ഒരു ലൈസൻ കുറവാണ്. ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തെലങ്കാനയിൽ, കർണാടകത്തിൽ വികസന കാര്യങ്ങൾ ഒരുപാട് മുമ്പിലാണ്. വികസന കാര്യങ്ങളിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ കൃത്യമായ ലൈസൻ അവിടെയുണ്ട്, ഇവിടെ അതില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ നടപ്പിലാക്കുമ്പോൾ പ്രതിപക്ഷത്തിലെ കൂടി ഏത് സർക്കാരായാലും, സർക്കാർ മാറി മാറി വരുമല്ലോ, പ്രതിപക്ഷത്തിലെ കൂടി വിശ്വാസം എടുത്തുകൊണ്ട് ആ വികസന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുൻകൂട്ടി തയ്യാറാക്കി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രതിഷേധങ്ങൾ കുറയും. ഈ കേരളത്തിൻ്റെ വികസന സാധ്യതയെ ഏറെ ബാധിച്ചത് പ്രതിപക്ഷങ്ങളുടെ പ്രതിഷേധമാണോ എന്ന് പലപ്പോഴും സംശയിക്കാറുണ്ട്. ഇനി അങ്ങോട്ടുള്ള കേരളത്തിൽ, പുതിയൊരു കേരളത്തിൽ കേരളം ആഗ്രഹിക്കുന്നത് ഒരു നല്ല വികസന കാര്യങ്ങളുടെ കൂട്ടായ്മയാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറ ആഗ്രഹിക്കുന്നത് ഭരണപക്ഷത്തിൻ്റെ നേട്ടമോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ നേട്ടമോ ഭരണപ്രതിപക്ഷങ്ങളുടെ നേട്ടോ കോട്ടുമില്ല, നാടിന് എന്തുണ്ടാവും എന്നുള്ളതാണ്. അതറിയണമെങ്കിൽ കൃത്യമായൊരു ലൈസനിങ് ഈ കാര്യത്തിൽ ആവശ്യമാണ് എന്ന ഒരു എളിയ അഭിപ്രായം രാഷ്ട്രീയ വിദ്യാർത്ഥിയെ ഞാൻ ഈ സെമിനാറിൽ പങ്കുവെക്കുകയാണ്. ഇവിടെ ഉള്ളടക്കത്തിൽ പറയുന്ന വിദ്യാഭ്യാസം സത്യത്തിൽ ലോകത്തിൽ എവിടെ പോയാലും എന്നേക്കാൾ ഞാൻ ഒരുപാട് ദൈവസഹായിച്ച് യാത്രയിലുണ്ട്.
എന്നേക്കാൾ ഒരുപാട് യാത്ര ചെയ്ത ആളാണ് തോമസ് ഐസക് ഇരിക്കുന്നിടത്തിന്. എവിടെ നിങ്ങൾ പോയാലും ഏത് രാജ്യത്ത് പോയാലും വലിയ വലിയ സ്ഥാപനങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത് മലയാളികളാണ്. ബുദ്ധിയുള്ള മസ്തിഷ്കങ്ങളാണ് മലയാളി നാടിലുള്ളത്. പക്ഷേ ആ ബുദ്ധിയുള്ള മസ്തിഷ്കങ്ങൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്യപ്പെടുകയാണ്, ഇങ്ങോട്ടൊന്നും ഇറക്കുമതി ചെയ്യുന്നില്ല. കേരളത്തിലേക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് കോഴിക്കോട് നിന്നായാലും തിരുവനന്തപുരത്തായാലും ബുദ്ധിയുള്ള മസ്തിഷ്കങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇറക്കുമതി ചെയ്യപ്പെടുന്നത് തൊട്ടയൽ സംസ്ഥാനത്തെ പച്ചക്കറികളും പഴങ്ങളുമാണ്. കേരളത്തിൽ പഠിക്കാൻ കുട്ടികൾക്ക് താല്പര്യമുണ്ടാവുന്നില്ല. ഞാനൊന്ന് വായിച്ച് നോക്കിയിട്ടേ ഉള്ളൂ ആദ്യത്തെ വാചകം. അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം സത്യമാണ്. കാരണം പരീക്ഷാ കേന്ദ്രമായി കേരളത്തിലെ വിദ്യാഭ്യാസങ്ങൾ മാറുന്നുണ്ട്. കേരളത്തിൽ കോളേജിൽ പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് ഉറപ്പില്ല. നേരെ മറിച്ച് കർണാടകത്തിൽ പഠിച്ചാൽ തമിഴ്നാട്ടിൽ പഠിച്ചാൽ ജോലി ഉറപ്പാണ്. അപ്പം ഒരു സ്വയം പര്യാപ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ വന്നാലേ പുതിയ തലമുറ കേരളത്തിൽ നിൽക്കുള്ളൂ. നേരത്തെ ജോസാറ് പറഞ്ഞ പോലെ തന്നെ അപ്പന്മാരുടെയും വല്യപ്പന്മാരുടെയും അമ്മമാരുടെയും നാടായിപ്പോയി, പ്രായമുള്ളവരുടെ നാടായിപ്പോയി എന്നല്ലേ സത്യമാണ്. പുതിയ തലമുറ കേരളത്തിലുണ്ടോ? ഇപ്പം ഞാനും ഐസിസാറൊക്കെ രാഷ്ട്രീയക്കാരാണ്. ഞങ്ങൾ കുറേ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുണ്ട്. ഈ പോളിംഗ് ശതമാനം കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം, പുതിയ തലമുറ കേരളത്തിലില്ല. അവരിവിടുന്ന് പഠിക്കാനോ ജോലിക്കോ പോയാൽ വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ കേരളത്തിൽ പഠിച്ച വിദ്യാർത്ഥിക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ അവസരം ഉണ്ടാകുന്നു. താൻ പഠിച്ച വിദ്യ തൻ്റെ നാട്ടിൽ തന്നെ പ്രയോഗിക്കാൻ അവസരമുണ്ടാകുമെന്നുള്ള ഒരു സ്വയം പര്യാപ്ത മേഖലയായി വിദ്യാഭ്യാസ മേഖല മാറണം. അല്ലാത്തിടത്തോളം കാലം നമുക്ക് ഈ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വികസനം ഉണ്ടാക്കാൻ സാധിക്കുന്ന കാര്യം വളരെ സംശയമാണ്. ഇപ്പോൾ കോഴിക്കോട് ചിന്താവളപ്പം എന്നാണ് ഹൈദരാബാദിലേക്കും ചെന്നൈയിലേക്കും കോയമ്പത്തൂരിലേക്കും അതുപോലെ ബാംഗ്ലൂരിലേക്കെല്ലാം ബസ്സുകൾ പോവുകയാണ് വൈകുന്നേരം. ആ ബസ്സിലെ യാത്രക്കാർ 90% വിദ്യ തേടിപ്പോകുന്ന വിദ്യാർത്ഥികളും തൊഴിൽ തേടിപ്പോകുന്ന തൊഴിലാളികളുമാണ്. എന്തായിരുന്നു ബാംഗ്ലൂരിലുണ്ടായിരുന്നത് 40 കൊല്ലം മുമ്പ്? എന്തായിരുന്നു ചെന്നൈയിലുണ്ടായിരുന്നത്? എന്തായിരുന്നു ഹൈദരാബാദ് ഉണ്ടായിരുന്നത്? കേരളം പോലെ, കോഴിക്കോട് പോലെ, തിരുവനന്തപുരം പോലെ, കൊച്ചിയെ പോലെ ഒരു സ്ഥലമായിരുന്നു. പക്ഷേ വൈ നോട്ട് തിരുവനന്തപുരം, വൈ നോട്ട് കൊച്ചി, വൈ നോട്ട് കോഴിക്കോട് എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ വന്ന് അതിന് പരിഹാരം കാണാനുള്ള നടപടി ഉണ്ടായാലേ വിദ്യാഭ്യാസ മേഖല സ്വയം പര്യാപ്തമുള്ളൂ. രണ്ടാമത് ആരോഗ്യം. നമുക്കറിയാം, ആരോഗ്യരംഗം മുഴുവൻ മാറുകയാണ്. മനുഷ്യൻ്റെ ആയുസ് കൂടി വരുമെന്ന് പറയുന്നുണ്ട്. ചെറുപ്പകാലത്തൊക്കെ ഞാനൊക്കെ ഡോക്ടറെ അടുത്ത് പോയാൽ എന്നോട് ഡോക്ടർ പറയില്ല ഇറച്ചി കഴിക്കണം, മുട്ട കഴിക്കണം, പാല് കഴിക്കണം എന്നാണ്. പക്ഷെ ഇപ്പം പോയാൽ പറയും ഇറച്ചി കഴിക്കരുത്, പാല് കഴിക്കരുത്, മുട്ട കഴിക്കരുത്. അപ്പം ജീവിത നിലവാരത്തിലൊരു മാറ്റം വരുമ്പോൾ ആരോഗ്യത്തിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചികിത്സാ സമ്പ്രദായങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട്, പക്ഷെ അത് സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല. സർക്കാർ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ ആശുപത്രികൾ, മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുമായി സാധാരണക്കാരൻ്റെ പോലും ചികിത്സ ലഭിക്കുന്ന രീതിയിലേക്ക് മാറണം. അത് എളുപ്പമുള്ള കാര്യമല്ല. അതേപോലെ തന്നെ നല്ല സ്പെഷ്യാലിറ്റി ആശുപത്രികളുണ്ട് കേരളത്തിൽ, ഒരുപാടുണ്ട്. ഇപ്പോൾ കോഴിക്കോടുണ്ട്. ആ ആശുപത്രികളിൽ സാധാരണക്കാരന് ചികിത്സ ലഭിക്കാൻ വേണ്ടി സർക്കാർ സഹായം നൽകുന്ന ഒരു രീതി വന്നു കഴിഞ്ഞാൽ ആരോഗ്യരംഗം ഏറെ മെച്ചപ്പെടും. ഇപ്പോഴും കോഴിക്കോട്ടുകാരൻ ആശ്രയിക്കുന്നത് പലപ്പോഴും മണിപ്പാൽ ആശുപത്രിയാണ്. മണിപ്പാൽ ആശുപത്രിയിൽ ബില്ല് കുറച്ച് കുറവാണ്. സ്വകാര്യ ആശുപത്രിയെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല, നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് പണം വേണം. പക്ഷേ സാധാരണക്കാരന് ഭക്ഷണ രീതിയൊക്കെ ഏതാണ്ട് എല്ലാവരും ഒരുപോലെയാണ്. പണക്കാരനും സാധാരണക്കാരനൊക്കെ ഭക്ഷണ രീതി പണ്ട് 2 രീതിയായിരുന്നു, ഇപ്പോൾ ഒരേ രീതിയാണ്. ജീവിത നിലവാരം ഒരേ രീതിയാണ്. അപ്പോൾ അസുഖം ഒരേ രീതിയിൽ വരും. പണക്കാരന് ചികിത്സിക്കാൻ സ്വകാര്യ ആശുപത്രി പോവുക സാധാരണക്കാരൻ സാധിക്കില്ല. നമ്മുടെ മെഡിക്കൽ കോളേജിലും അതുപോലെ മറ്റു ആശുപത്രികളിലും ചികിത്സ വേണ്ടത്ര ആയിട്ടില്ല. ഞാൻ ഒരിക്കലും ഒരു സർക്കാർ മാറി വന്ന സർക്കാർക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ സർക്കാർ ആശുപത്രിയിൽ വിദഗ്ധമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും സ്വകാര്യ ആശുപത്രിക്കകത്ത് സാധാരണക്കാരുടെ ചികിത്സ കിട്ടാൻ സർക്കാർ സ്പോൺസേഡ് പദ്ധതി കൊണ്ടുവന്നാലാണ് ആരോഗ്യരംഗം പര്യാപ്തമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമുക്ക് തൊഴിൽ സ്ഥാപനങ്ങൾ എന്തൊക്കെയുണ്ട്? ഇപ്പോൾ കോഴിക്കോട് ജില്ല എടുത്താൽ മാവൂർ ഗോൾഡ് റവൻസ്, അത് പൂട്ടിക്കിടക്കുക എന്ന് മാത്രമല്ല ഭൂമികളൊക്കെ ഒരുപാട് കിടക്കുക. എന്തെല്ലാം പദ്ധതി കൊണ്ടുവരാൻ പറ്റും? ഒരു തൊഴിൽ നൽകുന്ന പദ്ധതികൾ മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളപ്പിറവിക്ക് ശേഷം കേരളത്തിൽ വരുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ബുദ്ധിയുള്ളവരായിട്ട് പോലും മലയാളികൾ മറ്റു വർഗ്ഗങ്ങളിലേക്ക് പോകുന്നത്. ഒരു കാലത്ത് ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും പോയ മലയാളികൾ ഇന്ന് പോകുന്നത് ഗൾഫ് നാട്ടിലേക്കും യൂറോപ്പിലേക്കുമാണ്. പക്ഷെ ഇപ്പോൾ സങ്കടം, പുതിയ തലമുറ തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോട് വിട്ട് ബാംഗ്ലൂരും കോയമ്പത്തൂരും ഹൈദരാബാദിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് നമ്മൾക്ക് അതുപോലെ ആവാൻ സാധിച്ചിരുന്നത്? തൊഴിൽ നൽകുന്ന പദ്ധതികൾ കേരളത്തിൽ ഉണ്ടാവണം. പിന്നെയാണ് കാർഷിക മേഖല, അടുത്തൊരു മേഖല വരുന്നത്. കാർഷിക മേഖലയിൽ നമുക്കറിയാം, ഇപ്പോൾ എൻ്റെയൊക്കെ നാട് തെങ്ങിൻ്റെ നാടാണ്. എൻ്റെയൊക്കെ കുടുംബം ഞങ്ങളൊക്കെ തെങ്ങ് കൃഷി ചെയ്ത് തേങ്ങ ഉറച്ച് തേങ്ങ വിറ്റ് തേങ്ങ കൊണ്ട് ജീവിച്ച് തേങ്ങ കൊണ്ട് സമ്പാദിച്ച് വെച്ചാലുള്ള ഞങ്ങളൊക്കെ തന്നെ.
തേങ്ങ കൊണ്ട് ജീവിച്ച ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ മലയോര മേഖലയിൽ കാപ്പി കർഷകരുണ്ട്, തേയില കർഷകരുണ്ട്, അതുപോലെ കൊക്കോ കൃഷിക്കാരൊക്കെ ഉണ്ട്. കാർഷിക വിളകൾക്ക് വിലയില്ലാതായി മാറി. അടുത്ത കാലത്ത് ഒരു 10-25 വർഷക്കാലത്തിടയ്ക്ക് ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിലയുണ്ടായത് കാർഷിക വിളകൾക്കാണ്. ആ കാർഷിക വിളകൾക്ക് വിലയില്ല എന്ന് മാത്രമല്ല, വില ഉള്ള വിളവ് കൃത്യമായി കിട്ടുന്നില്ല. ഇപ്പോൾ മലയോരത്താണെങ്കിൽ വന്യമൃഗശല്യമുണ്ട്, വിളകൾ കുറയുന്നു, ആ ഉള്ള വിളകൾക്ക് വില കിട്ടുന്നില്ല, സംഭരണമില്ല, സംഭരണത്തിന് പണം കൊടുക്കാനാവുന്നില്ല. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. ഒരു കാലത്ത് ഞാനൊക്കെ ഓർക്കാറുണ്ട്, എൻ്റെയൊക്കെ വീട്ടിൽ ഈ ഒരു വർഷം പോലും അരി വില കൊടുത്ത് പുറത്ത് പോകാറുണ്ടായിരുന്നില്ല, തേങ്ങ വാങ്ങാറുണ്ടായിരുന്നില്ല, പച്ചക്കറി വാങ്ങാറുണ്ടായിരുന്നില്ല, എല്ലാം പറമ്പിലുണ്ടാക്കുക. ഇന്ന് ഒരു +2 പഠിക്കുന്നത് വരെ എൻ്റെ വീട്ടിലൊന്നും ഒരിക്കലും അരി പുറത്തും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇന്ന് ഞാൻ കോഴിക്കോട് നഗരത്തിൽ താമസിക്കുമ്പോൾ പച്ചവെള്ളം പോലും വില കൊടുത്ത് വാങ്ങിയാണ്. കാർഷിക മേഖലയുണ്ടായ വല്ലാത്തൊരു സംഭവമാണ്. നെല്ലുകൾ നമ്മുടെ നാട്ടിലില്ല, തേങ്ങ പോലും മറ്റു സംസ്ഥാനത്തിലുണ്ട്. കേരം തിങ്ങുന്ന നാട്ടിലേക്ക് ഇനി ഇങ്ങനെ പോയാൽ തേങ്ങ പോലും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. ഇവിടെ ഉണ്ടാകുന്ന വിളകൾ ഇവിടെ സംഭരിക്കുവാനും അതിന് വില നൽകുവാനും വളരെ സ്വസ്ഥവും സൗകര്യവുമായി കൃഷി ചെയ്യാനുള്ള സമ്പ്രദായം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ മാത്രമേ കാർഷിക രംഗം പുഷ്ടിപ്പെടുള്ളൂ. അത് കേരളത്തിലെ അനിവാര്യമൊരു കാരണം. പിന്നെ ഒന്നാണ് പറഞ്ഞിരിക്കുന്നത് പരിസ്ഥിതി. നമ്മൾ പലപ്പോഴും ഇതിലെ ഒരുപാട് ആളുകൾ, ഞാൻ ഉൾപ്പെടെ ഗൾഫ് നാടുകൾ പോകുന്നതാണ്. അവിടെ കൊടും ചൂടാണ്, അവിടെ ചെടികൾ വെച്ച് പിടിപ്പിക്കുകയാണ്, അവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ്. അവിടെ ഒരു മരം വളരണമെങ്കിൽ അവർ ബുദ്ധിമുട്ട് എത്രയാണ്? നനയ്ക്കണം, വെള്ളം വേണം, എല്ലാം വേണം. ഇവിടെയോ ഉള്ള മരം വെട്ടിമുറിക്കുന്നു, ഉള്ള പുല്ലുകൾ ഇല്ലാതാക്കുന്നു. നമ്മൾ തന്നെയാണ് നമ്മളെ പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനോട് MS സ്വാമിനാഥൻ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞൊരു വാചകമുണ്ട്, യു ആർ കേരളൈറ്റ്സ് കിൽസ് വയനാട്, കേരളൈറ്റ്സ് കിൽസ് യുവർ ലാൻഡ്. കേരളീയരെ കൊല്ലുന്നു. നമ്മുടെ നമുക്കറിയേ, മാവും പിലാവും പുളിയും കരുവുള്ള നാടാണ് കേരളം. കുന്നും മലകളും കൊണ്ട് അനുഗ്രഹമാണ് കേരളം. പക്ഷെ ഇതൊക്കെ നമ്മൾ തകർത്തുകൊണ്ടിരിക്കുന്നു. അതിനെ സംരക്ഷിക്കാനുള്ള പദ്ധതി നമുക്ക് അനിവാര്യമാണ്. ഏറ്റവും ഒന്നുണ്ടാണ് വർഗീയത. നേരത്തെ സർക്കാർ പറഞ്ഞ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. സത്യത്തിൽ ഇതിൻ്റെ ഈ രേഖയിൽ വർഗീയത വെച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വർഗീയതയും വികസനവുമായി ഇപ്പോൾ അത് ബന്ധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. വികസനം നടക്കുമ്പോൾ ചരിത്രം മാറാൻ പാടില്ലല്ലോ. ഒരു വർഷക്കാലം മുമ്പ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സർ കോഴിക്കോട് വന്ന് ഞങ്ങളോട് പറഞ്ഞു, അദ്ദേഹം നാഗാലാൻഡിൽ ഒരു പ്രതിനിധി സംഘവുമായി പോയി അവിടുത്തെ കുട്ടികളുമായി സംവദിച്ചു. 10ാം ക്ലാസ്സിലെയും +1ലെയും കുട്ടികളെ സംവദിക്കുന്നതും ഇന്ത്യയുടെ ചരിത്രമാണ് ചോദിക്കുന്നത്. പല കുട്ടികൾക്കും ഉത്തരമില്ല. സംശയം നിന്ന രമേശ് ചെന്നിത്തല തൻ്റെ പോക്കറ്റിലുള്ള ഗാന്ധിജിയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു. ഇദ്ദേഹത്തെ അറിയുമെന്ന് ചോദിച്ചു. ഈ രാജ്യത്തിലെ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചത്രേ, ഹൂ ഈസ് ദിസ് ഓൾഡ് മാൻ എന്ന്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഗാന്ധിജി അറിയില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം പഠിക്കുന്ന പള്ളിക്കൂടത്തിൽ 10 വർഷമായി ഗാന്ധിജിയെ പഠിപ്പിക്കുന്നില്ല. ചരിത്രം മാറ്റി ചരിത്ര നായകന്മാരെ വിസ്മരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം വർഗീയതയ്ക്ക് മാത്രമേ നടക്കുള്ളൂ. ഹൈന്ദവ ക്ഷേത്രത്തിലെ ശംഖുനാഥവും മുസ്ലിം പള്ളിയിലെ ഭാഗ്യവിളിയും ക്രൈസ്തവ ദേവാലയത്തിലെ മണിനാഥം കൂട്ടുന്ന കേരളം, ഇന്ത്യ, അതിൻ്റെ സംസ്കാരം നിലനിർത്താനുള്ള പോരാട്ടം വികസനത്തിനെ പോലെ തന്നെ അത്യാവശ്യമാണ് എന്നുള്ള AP അബൂബക്കർ മുസ്ലിയാരുടെ കാഴ്ചപ്പാടാണ് ഈ വർഗീയത എന്നുള്ള കാര്യം കൂടി ഇതിൽ വെച്ചത് എന്ന് ഞാൻ ഉറപ്പിക്കുന്നു, അഭിനന്ദിക്കുന്നു. പിന്നെ ലഹരിമുക്ത കേരളം. ഈ ലഹരിമുക്ത കേരളം എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഗ്രാമത്തിലാണ്. പലപ്പോഴും സങ്കടപ്പെടാറുണ്ട്. കല്യാണ വീട്ടിൽ പോയാൽ ദുഃഖത്തിന് മദ്യപിക്കുക, വിവാഹത്തിന് പോയാൽ സന്തോഷത്തിന് മദ്യപിക്കുക. മദ്യം ഒരു അനൗദ്യോഗിക സാധനമായി, ഒരു ഇനമായി ഗ്രാമങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതൊരു തലമുറ ഇപ്പം അതിൽ വിപത്തായിട്ടുണ്ട്. പുതിയ തലമുറ ചെയ്യുന്ന ആരും അറിയുന്നില്ല. നമ്മുടെ ക്യാമ്പസുകളിൽ പോലും ലഹരി മരുന്നുകൾ എത്തുകയാണ്. ഇതിനെതിരെ വേണ്ടത് കൃത്യമായ ബോധവൽക്കരണമാണ്. അവിടെയാണ് AP അബൂബക്കർ ഉസ്താദിൻ്റെ ഏറ്റവും ദീർഘവീക്ഷണം ഞാൻ കാണുന്നത്. വികസനത്തോടൊപ്പം മതേതരത്വം വേണം, വികസനത്തോടൊപ്പം ലഹരിക്കെതിരെയുള്ള പോരാട്ടം വേണം. മതേതരത്തിനുള്ള പോരാട്ടവും ലഹരിക്കെതിരായുള്ള പോരാട്ടവും കൂടി വന്നാൽ മാത്രമേ വികസനം പൂർണ്ണമാവൂ എന്നുള്ള AP ഉസ്താദിൻ്റെ അവരുടെ പ്രസ്ഥാനത്തിൻ്റെയും ദീർഘവീക്ഷണത്തെ അഭിനന്ദിച്ചുകൊണ്ടും ഇതിൽ പറയുന്ന കാര്യങ്ങൾ പരമാവധി ഞങ്ങളുടെ മുന്നണിയിലെ പ്രകടന പത്രിക ഉൾപ്പെടുത്താൻ വിനീതനായി ഞാൻ ശ്രമിക്കുമെന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദനവും അർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.